ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തൃശൂർ വടക്കാഞ്ചേരിയിൽ ലീഗ് സ്വതന്ത്രന് കൂറുമാറാൻ CPIM 50 ലക്ഷം വാഗ്ദാനം ചെയ്തുവെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണം. വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് CPIM സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ 50 ലക്ഷം രൂപയുടെ ഓഫർ നൽകിയെന്ന പരാതിയിലാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. 50 ലക്ഷം ലഭിച്ചുവെന്ന് ലീഗ് സ്വതന്ത്രൻ പറയുന്ന ഓഡിയോയും പുറത്തു വന്നിരുന്നു. കോൺഗ്രസ് നേതാവ് അനിൽ അക്കരെയാണ് വിജിലൻസിന് ഇത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്നത്. തൃശൂർ വടക്കഞ്ചേരിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു വാർത്തയെത്തുന്നത്. ലീഗ് സ്വതന്ത്രന് കൂറുമാറാൻ CPI 50 ലക്ഷം വാഗ്ദാനം ചെയ്തു എന്ന ഒരു പരാതിയിലാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് നേതാവ് അനിൽ അക്കരെയാണ് വിജിലൻസിന് പരാതി നൽകിയിരിക്കുന്നത്. തൃശൂർ വടക്കഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ CPI 50 ലക്ഷം വാഗ്ദാനം ചെയ്തെന്ന ലീഗ് സ്വതന്ത്രന്റെ ഒരു ശബ്ദരേഖയൊക്കെ ലഭിച്ചിരുന്നു. 50 ലക്ഷമോ പ്രസിഡന്റ് സ്ഥാനമോ തിരഞ്ഞെടുക്കാമെന്നായിരുന്നു ഈ ഒരു ഓഡിയോ. ഇത്തരത്തിലൊരു പ്രസിഡന്റ് സ്ഥാനമോ 50 ലക്ഷമോ തിരഞ്ഞെടുക്കാമെന്നൊരു ഓപ്ഷൻ എന്ന് ലീഗ് സ്വതന്ത്രൻ EU ജാഫർ പറയുന്നൊരു ശബ്ദരേഖയും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. കൂറുമാറി വോട്ട് ചെയ്തതിന് പിന്നാലെ ജാഫർ രാജിവെക്കുകയും ചെയ്തു. അട്ടിമറിയിലൂടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ CPM നേടുകയും ചെയ്തിരുന്നു. ലീഗ് സ്വതന്ത്രനായി നിന്നാണ് ഈ ജാഫർ വിജയിച്ചിരുന്നത്. എന്തായാലും സ്വതന്ത്രന് കൂറുമാറാൻ CPIM 50 ലക്ഷം വാഗ്ദാനം ചെയ്തു എന്ന പരാതിയിൽ ഇപ്പോൾ വിജിലൻസ് അന്വേഷണം തുടരുകയാണ്. അന്വേഷണം നടക്കുകയാണ്. കോൺഗ്രസ് നേതാവ് അനിൽ അക്കരെയാണ് വിജിലൻസിന് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് CPIM സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാനാണ് 50 ലക്ഷം രൂപയുടെ ഓഫർ നൽകിയെന്ന പരാതിയിലാണ് ഇത്തരത്തിലൊരു നടപടി. ഓഡിയോ സന്ദേശം ലഭിച്ചിട്ടുണ്ട്. സന്ദേശത്തിലേക്ക്. പിന്നെ എന്താ CI കൊടുത്തിരുന്നല്ലേ എന്തൊരു ബോക്സ് എന്തെന്നല്ല CI കൊടുത്തിരുന്നു ഒരു ബോക്സ് എന്തത് കേക്കോ പറയണ്ട അത് അറിയേണ്ടത് കേക്ക് ഇത് ഉണ്ട് ഞാൻ എന്താണ് അവയെ കൊടുത്ത അത് ക്രിസ്മസ് അല്ലേ സന്തോഷിപ്പിക്കണ്ടേ. പിന്നെ എന്തായി നാളത്തെ കാര്യം? നാളെ 10 മണിക്കാ അതോ? നാളെ പരിപാടി ഉഷാറായി നടക്കും. മുസ്തഫ ആജി പേടിക്കണ്ട, നാളെ കാണാം. വിളിച്ചോ? ഷാനാസം വിളിച്ചായിരുന്നോ? നിങ്ങൾ ഇരുന്നായിരുന്നോ? എല്ലാരും കൂടി ഇരുന്നോ? ഇല്ല ഇരുന്നിട്ടില്ല. ഇല്ലല്ലേ? അത് വൈസ് പ്രസിഡന്റിന് വേറെ എടുക്കില്ലേ? തെരഞ്ഞെടുപ്പ് എടുക്കില്ലേ? നറുക്കെടുപ്പ് എടുക്കില്ലേ? വൈസ് പ്രസിഡന്റിന് വേറെ നറുക്കെടുപ്പ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. അത് വനിതല്ലേ? അത് 2:30 ഒന്നുമില്ല, 2 മണിക്ക് ശേഷം ഒന്നുമില്ല, ഉച്ചക്ക് ശേഷം ഒന്നും അല്ലേ? എപ്പോഴാ പോണു? 10 മണിക്കോ? 10 മണിക്ക് തന്നെ എടുക്കോ? 10 മണിക്ക് തന്നെ അറിയോ? ഞാൻ ഇവിടെ ടൂർ പോയിക്കാൻ പോകുന്നാ. നാളെ വരുള്ളൂ. നാളെ എപ്പോ വരുന്നേ? വെറുതെ പറയുന്നല്ലേ? കാര്യക്കാരനെ അപ്പൊ വൈകുന്നേരത്ത് പോകുന്നുള്ള എടുക്ക്. നാളെ കാക്കണത്തിനാ ഇന്ന് വരില്ലേ? നമ്മളെ കിഡ്നാപ്പിംഗ് ആണ്. ടെസ്റ്റുകൾ ഒരുപാട് നടക്കും മുസ്തഫ. നാളെ എന്താ ടെസ്റ്റുകൾ നടക്കാക്കണ്? നടക്കും. എന്തിനാ? അനക്ക് പ്രാന്തുണ്ട്. ഷാനാസ് വിളിച്ചായിരുന്നോ? എന്താ ഒന്നും പറഞ്ഞൊന്നുമില്ല. മറ്റേ ജാഫർ വിളിക്കാറില്ല. ഞാൻ വിളിക്കാറും കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല. അല്ല അവനോട് പറഞ്ഞാലോ നമ്മള് ഉള്ളപ്പോ അവന് അതിൻ്റെതായ അർഹമായ പരിഗണന ഉണ്ടാവും. വരവൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് A മുസ്തഫയുടെ ഒരു പ്രതികരണം ലഭിച്ചിട്ടുണ്ട്. പ്രതികരണത്തിലേക്ക്. വടക്കാഞ്ചേരി ബ്ലോക്ക് വരവൂര് ഡിവിഷനിൽ നിന്നും വിജയിച്ച് രാജിവെച്ച ജാഫർ ഇന്നലെ പറയുകയുണ്ടായി, ഞാൻ 1 രൂപ പോലും വാങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം. പക്ഷെ അത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം ഒരുപാട് വോയിസുകളും കാര്യങ്ങളും തെളിവുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ ദിവസം CPMൻ്റെ ഒരു നേതാവ് ജാഫറിനെ വിളിച്ച് പറയുകയാണ്,
ജാഫർ അനക്ക് എന്തെങ്കിലും അവിടെ ബുദ്ധിമുട്ടുണ്ടോ, അവിടെ ഒരു പ്രകടനമൊക്കെ നടക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ എന്നുള്ളത്. എന്തിനാണ് ആ ഒരു CPM-ൻ്റെ നേതാവ് അങ്ങനെ പറയുന്നത്? അതുപോലെ തന്നെ ഇവൻ പല ആളുകളോടും എനിക്ക് 50 ലക്ഷം രൂപ ഓഫറുണ്ട്, അതല്ലെങ്കിൽ ബ്ലോക്ക് പ്രസിഡന്റ് ആവാൻ എനിക്ക് ഓഫറുണ്ട് എന്നുള്ളത് ഇവൻ ഒരുപാട് ആളുകളോട് പറഞ്ഞതിന് തെളിവുകളുണ്ട്. പക്ഷെ അന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചത് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും ഇവ മാറുന്നില്ലല്ലോ എന്നുള്ളൊരു ഇത് അറിയിക്കാൻ വേണ്ടിയിട്ട് വെറുതെ വരുന്നതാണ് അന്ന് ഞങ്ങൾ വിചാരിച്ചത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം 7 ബ്ലോക്ക് മെമ്പറുമായി ഒരുമിച്ചിരുന്ന് രാത്രി 8 മണിക്കാണ് ഷാനവാസ് ജാഫറിൻ്റെ വീട്ടിലേക്കാക്കുന്നത്. അതുപോലെ തന്നെ വോട്ടിൻ്റെ അന്ന് ഒരുമിച്ച് ഇരുന്നിട്ട് അത്രയും ഒരു ബന്ധം നിർത്തി പോകുമ്പോൾ ഇങ്ങനൊരു ചതി അവൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു ദിവസം പോലും ബ്ലോക്ക് പ്രസിഡൻ്റായിട്ട് ആ കസാലയിൽ ഇരിക്കാൻ ഒരു യോഗ്യതയില്ല. ഒരു വെല്ലുവിളി പോലെ ഞങ്ങൾ പറയുകയാണ്, ധൈര്യമുണ്ടെങ്കിൽ രാജിവെച്ച് ഒരു തെരഞ്ഞെടുപ്പിന് നേരിടാൻ തയ്യാറാണെങ്കിൽ ജനങ്ങളിൽ ഇതിൽ വിധിയെഴുതും. അതല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് അങ്ങനെ ഒന്നില്ല എങ്കിൽ ജാഫർ 50 ലക്ഷം രൂപ CPM ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് നിങ്ങൾ അവനോട് തെളിയിക്കണം. തൃശൂർ വടക്കഞ്ചേരിയിൽ നിന്നാണ് ഈ ഒരു വാർത്ത എത്തുന്നത്. ലീഗ് സ്വതന്ത്രന് കൂറുമാറാൻ CPIM 50 ലക്ഷം വാഗ്ദാനം ചെയ്തു എന്നൊരു പരാതിയിലാണ് വിജിലൻസിന്റെ ഒരു അന്വേഷണം ഉള്ളത്. വടക്കഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് CPIM സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ 50 ലക്ഷം രൂപയുടെ ഓഫർ നൽകിയെന്ന പരാതിയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. 50 ലക്ഷം ലഭിച്ചു എന്ന് ലീഗ് സ്വതന്ത്രൻ പറയുന്ന ഒരു ഓഡിയോ പുറത്തു വന്നിരുന്നു. പക്ഷേ ഈ ഒരു ഓഡിയോ സ്ഥിരീകരിച്ചിട്ടില്ല, ഒരു ആരോപണം മാത്രമാണ്. ഇതിലൊരു സ്ഥിരീകരണം ഒന്നും ലഭ്യമായിട്ടില്ല. എന്തായാലും കോൺഗ്രസ് നേതാവ് അനിൽ അക്കരെ വിജിലൻസിന് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്.